ഇറാനു മേലുള്ള യുദ്ധത്തിന് എത്രയാണ് ചിലവ് വരുന്നത്? അന്താരാഷ്ട്ര നിരീക്ഷകരും ഈ രംഗത്തെ വിദഗ്ധരും പറയുന്നത് ഏകദേശം 18 ലക്ഷം കോടി രൂപയാണ് അമേരിക്ക ചെലവാക്കാൻ പോകുന്നത് എന്നാണ്. അമേരിക്കയിലെ സാധാരണക്കാരന്റെ, അമേരിക്കയിലെ ടാക്സ് പേയറിന്റെ മണി, അമേരിക്ക എന്ന രാജ്യത്തിന്റെ ആരോഗ്യത്തിന്, വിദ്യാഭ്യാസത്തിന്, ഹൗസിങ്ങിനൊക്കെ ചെലവഴിക്കേണ്ട 18 ലക്ഷം കോടിയോളം രൂപയാണ് യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് യാതൊരു ആവശ്യവുമില്ലാത്ത ഈ യുദ്ധത്തിന് വേണ്ടി അവർ ചെലവഴിക്കുന്നത്. ഇറാൻ അമേരിക്കയ്ക്ക് ആക്രമിക്കാനുള്ള യാതൊരു സാഹചര്യവുമില്ല. അമേരിക്കയുടെ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം, അവരുടെ അസസ്മെന്റ് പ്രകാരം ഇറാൻ 10 വർഷത്തിന് ശേഷം മാത്രമേ അമേരിക്കയെ ആക്രമിക്കാനുള്ള ആയുധങ്ങൾ നിർമ്മിക്കൂ എന്നുള്ളതാണ്. ഇറാഖിനെ ആക്രമിച്ചപ്പോൾ പറഞ്ഞ അതേ കള്ളങ്ങളാണ് ഇറാനെ ആക്രമിക്കുമ്പോഴും പറയുന്നത്. ഇറാഖിനെ ആക്രമിച്ചപ്പോൾ ഇവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇറാന്റെ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻസ് ഉണ്ട്, ആൾക്കാരെ കൂട്ടക്കൊല ചെയ്യാനുള്ള വെപ്പൺസ് ഇവരുടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. എവിടെയുണ്ടായി? 100% കള്ളമെന്ന് തെളിഞ്ഞു. ലക്ഷക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു. കോടാനുകോടി ഡോളറുകൾ അല്ലെങ്കിൽ ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഡോളറുകൾ അമേരിക്കയ്ക്ക് ചെലവായി. അഫ്ഗാനിസ്ഥാനിൽ എന്ത് പറ്റി? 20 വർഷവും പല ട്രില്യൺ ഡോളേഴ്സും ചെലവാക്കിയിട്ട് 20 വർഷത്തിന് ശേഷം അമേരിക്കയ്ക്ക് തോറ്റ് പിൻവാങ്ങേണ്ടി വന്നു. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കാരണം യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നത് മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ആണ്. അതായത് മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ആയുധ വ്യാപാരികൾ അല്ലെങ്കിൽ ആയുധ ലോബി. ആയുധം ഉണ്ടാക്കുന്നവർക്ക് അത് വിറ്റഴിക്കണം. അതായത് ഈ ലാപ്ടോപ്പ് ഒരു പ്രൊഡക്റ്റ് ആണ്. ഈ ലാപ്ടോപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാർ, അതായത് നമ്മുടെ ആപ്പിൾ ആണ്, അവർ അതിന്റെ പരസ്യം ചെയ്യും, അവർ അതിന് വേണ്ട രീതിയിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കും ഇത് വിറ്റുപോകാൻ. ലോകത്ത് ഏത് പ്രൊഡക്റ്റും ഉണ്ടാക്കുമ്പോൾ, വസ്തു ഉണ്ടാക്കുമ്പോൾ അവർ ആ പ്രൊഡക്റ്റിനെ വിറ്റുപോകാനുള്ള സാഹചര്യങ്ങൾ കൂടി ഉണ്ടാക്കും. പക്ഷെ ആയുധ വ്യാപാരികൾക്ക് അങ്ങനെ പരസ്യം കൊടുക്കുകയല്ല ചെയ്യുന്നത്. അവർ യുദ്ധങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കും, എന്ത് പറഞ്ഞാലും അടി കൂടിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ഇറാന്റെ യുദ്ധത്തിന് ഏകദേശം 18 ലക്ഷം കോടി രൂപയാണ് ചെലവാകുന്നത്. ഇതിന്റെ ലാഭം ആർക്കാണ് വരുന്നത്? യഥാർത്ഥത്തിൽ ഇതിന്റെ ലാഭം വരുന്നത് ആയുധ വ്യാപാരികൾക്കാണ്. അതായത് മിസൈലുകൾ ഉപയോഗിക്കുന്നു, ടാങ്കുകൾ ഉപയോഗിക്കുന്നു, വെടിക്കോപ്പുകൾ ഉപയോഗിക്കുന്നു, ബോംബുകൾ ഉപയോഗിക്കുന്നു. ഇതെല്ലാം വീണ്ടും മേടിക്കേണ്ടി വരും. ആയുധ വ്യാപാരികൾ യഥാർത്ഥത്തിൽ നിന്ന് ഈ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നു എന്ന് മാത്രമാണ് സത്യം. ഇന്ത്യ ടുഡേ അടക്കമുള്ള ഇന്ത്യയിലെ പ്രമുഖ മാധ്യമങ്ങൾ ആ വാർത്തയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഈ ട്രംപ് തുടങ്ങി വെച്ച യുദ്ധത്തിന് അല്ലെങ്കിൽ ഏകദേശം 18 ലക്ഷം കോടി രൂപയാണ് ചെലവാകുന്നതെന്നാണ് അമേരിക്കയുടെ സാമ്പത്തിക വിദഗ്ധനായ കെന്റ് സ്മിറ്റേഴ്സ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. 210 ബില്യൺ ഡോളറുകൾ ഏകദേശം ഇതിനു വേണ്ടി ചെലവാകും. ഈ 18 ലക്ഷം കോടി രൂപ എത്രയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ GDP-യുടെ തന്നെ അത്യാവശ്യം ഒരു സൈസബിൾ പോർഷനാണ്. അതായത് ഇന്ത്യ പോലെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വലിയ രാജ്യങ്ങളിൽ ഒന്നിന്റെ ടോട്ടൽ GDP എടുത്താൽ ആ GDP-യുടെ നല്ലൊരു ശതമാനം ഇതിന് ചെലവാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ, ഈ രീതിയിൽ ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു രാജ്യത്തിലെ ചില ആൾക്കാർ യുദ്ധക്കൊതിയന്മാരായി മാറുമ്പോൾ ആ രാജ്യത്തിന് നാശം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ കാശ് എത്രയോ നന്മയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഈ കാശ് എത്രയോ ഗുണപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. അത് ഉപയോഗിക്കാതെ എത്രയോ രാജ്യങ്ങളുടെ പട്ടിണി മാറ്റാം. ആഫ്രിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ പട്ടിണിയും ബുദ്ധിമുട്ടുകളും പലപ്പോഴും മാറ്റാൻ കഴിയും. പക്ഷേ ഇത് വാർ പൊളിറ്റിക്സ് ആണ്, വാർ ബിസിനസ് ആണ്. യുദ്ധമെന്ന രാഷ്ട്രീയവും യുദ്ധമെന്ന ബിസിനസ്സുമാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അങ്ങനെ 18 ലക്ഷം കോടി രൂപ മുടക്കി നടത്തുന്ന ഈ യുദ്ധം അല്ലെങ്കിൽ ആ എസ്റ്റിമേറ്റ്സിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. ആർക്കും ഗുണമില്ലെന്ന് മാത്രമല്ല, എല്ലാവർക്കും ദോഷമാണ്. യുദ്ധങ്ങൾ ഇല്ലാതാകട്ടെ, യുദ്ധങ്ങളിൽ നിന്ന് മനുഷ്യരാശി പിന്മാറട്ടെ, സമാധാനം ഉണ്ടാകട്ടെ.